ലോകത്തിന്റെ എണ്ണക്കണ്ണ ഖനിയായ പേർഷ്യൻ ഉൾക്കടലിൽ അമേരിക്കയും ഇറാനും തമ്മിലുള്ള സൈനിക സന്തുലിതാവസ്ഥ പൂർണ്ണമായും തകിടം മറിയുന്ന തരത്തിലുള്ള വൻ സൈനിക ചലനങ്ങളാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. ഇറാന്റെ ജീവരക്തമെന്ന് വിശേഷിപ്പിക്കാവുന്ന ഖാർഗ് ദ്വീപിന് സമീപം ഇരു രാജ്യങ്ങളുടെയും സൈന്യങ്ങൾ നേർക്കുനേരെത്തിയതോടെ മേഖലയിൽ കനത്ത യുദ്ധഭീതിയാണ് നിലനിൽക്കുന്നത്. അതിർത്തികളിൽ കടുത്ത ബോംബാക്രമണങ്ങൾ നടന്നതായും തന്ത്രപ്രധാന കേന്ദ്രങ്ങളിൽ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ സജീവമാക്കിയതായും സൂചനകളുണ്ട്. കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി വാഷിംഗ്ടണും ടെഹ്റാനും തമ്മിൽ നിലനിന്നിരുന്ന കടുത്ത വാക്പോരുകൾക്ക് പിന്നാലെയാണ് പേർഷ്യൻ ഉൾക്കടലിൽ കാര്യങ്ങൾ സൈനിക അധിനിവേശത്തിന്റെ ഘട്ടത്തിലേക്ക് നീങ്ങിയത്. ഖാർഗ് ദ്വീപിന് ചുറ്റുമുള്ള വ്യോമാതിർത്തികളിൽ ഇറാന്റെയും അമേരിക്കയുടെയും യുദ്ധവിമാനങ്ങൾ നിരീക്ഷണ പറക്കലുകൾ നടത്തുന്നത് വൻ യുദ്ധത്തിന്റെ മുന്നോടിയാണെന്ന് അന്താരാഷ്ട്ര നിരീക്ഷകർ വിലയിരുത്തുന്നു. ഏത് നിമിഷവും ഒരു വലിയ സ്ഫോടനമുണ്ടാകാമെന്ന അവസ്ഥയാണിപ്പോൾ. ഈ പുതിയ സംഘർഷത്തിന്റെ പ്രധാന കേന്ദ്രബിന്ദു ഇറാന്റെ ഏറ്റവും പ്രധാനപ്പെട്ട എണ്ണ കയറ്റുമതി ഹബ്ബായ ഖാർഗ് ദ്വീപാണ്. ഇറാന്റെ സാമ്പത്തിക അടിത്തറ പൂർണ്ണമായും നിലനിർത്തുന്നത് ഈ ദ്വീപിൽ നിന്നുള്ള എണ്ണ ടാങ്കറുകളാണ്. അതുകൊണ്ട് തന്നെ ഈ മേഖലയ്ക്ക് നേരെ ഉണ്ടാകുന്ന ചെറിയൊരു സൈനിക നീക്കം പോലും ഇറാന്റെ സമ്പദ് വ്യവസ്ഥയെ പൂർണ്ണമായി തകർക്കാൻ പോകുന്നതാണ്. ഇതാണ് അമേരിക്ക ഈ ദ്വീപിന് ചുറ്റും തങ്ങളുടെ സ്വാധീനം വർദ്ധിപ്പിക്കാൻ കാരണം. റിപ്പോർട്ടുകൾ പ്രകാരം ഖാർഗ് ദ്വീപിന്റെ പരിസര പ്രദേശങ്ങളിൽ വലിയ തോതിലുള്ള സ്ഫോടന ശബ്ദങ്ങളും ബോംബാക്രമണങ്ങളും നടന്നതായി പ്രാദേശിക സ്രോതസ്സുകൾ വ്യക്തമാക്കുന്നുണ്ട്. ആക്രമണ ഭീഷണിയെ തുടർന്ന് ഇറാന്റെ അത്യാധുനിക വ്യോമ പ്രതിരോധ മിസൈൽ സംവിധാനങ്ങൾ ദ്വീപിന് ചുറ്റും വിന്യസിച്ചു കഴിഞ്ഞു. തങ്ങളുടെ പരമാധികാരത്തിന് മേൽ കടന്നു കയറാൻ ശ്രമിക്കുന്ന ഏതൊരു വിദേശ വിമാനത്തെയും വെടിവെച്ചിടാൻ സൈന്യത്തിന് കമാൻഡ് സെന്ററിൽ നിന്ന് കർശന ഉത്തരവ് ലഭിച്ചിട്ടുണ്ട്. അമേരിക്കൻ നാവികസേനയുടെ യുദ്ധക്കപ്പലുകളും മിസൈൽ വിനാശിനികളും പേർഷ്യൻ ഉൾക്കടലിൽ നിലയുറപ്പിച്ചിരിക്കുന്നത് ഇറാനെ കടുത്ത പ്രതിരോധത്തിലാക്കാൻ ലക്ഷ്യമിട്ടാണ്. മേഖലയിലൂടെയുള്ള മറ്റ് അന്താരാഷ്ട്ര കപ്പലുകളുടെ സുരക്ഷ ഉറപ്പാക്കാനാണ് തങ്ങളുടെ സാന്നിധ്യമെന്ന് US അവകാശപ്പെടുന്നുണ്ടെങ്കിലും ലക്ഷ്യം ഖാർഗ് ദ്വീപാണെന്ന് ഇറാൻ ആരോപിക്കുന്നു. ഇറാന്റെ സൈനിക വിഭാഗമായ റവല്യൂഷണറി ഗാർഡ്സ് ഈ നീക്കങ്ങളെ അതീവ ജാഗ്രതയോടെയാണ് നിരീക്ഷിക്കുന്നത്. ഇരുപക്ഷത്തെയും അത്യാധുനിക റഡാർ സംവിധാനങ്ങളും ഡ്രോണുകളും പരസ്പരം നിരീക്ഷിച്ചുകൊണ്ട് അതിർത്തികളിൽ സജീവമാണ്. ഒരു ചെറിയ നയതന്ത്ര പിഴവോ സൈനികരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന അവിവേകമോ ഒരു വലിയ പ്രാദേശിക യുദ്ധത്തിലേക്ക് നയിച്ചേക്കാവുന്ന തരത്തിലാണ് അന്തരീക്ഷം പുകയുന്നത്. അമേരിക്കയുടെ യുദ്ധവിമാനങ്ങൾ ഇറാന്റെ വ്യോമാതിർത്തിക്ക് തൊട്ടടുത്ത് വരെ എത്തിയതായി ടെഹ്റാനിലെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സാമ്പത്തിക ഉപരോധങ്ങളിലൂടെ ഇറാനെ വരുതിയിലാക്കാൻ കഴിയാതെ വന്നതോടെയാണ് അമേരിക്ക തങ്ങളുടെ കടുത്ത സൈനിക തന്ത്രങ്ങളിലേക്ക് കടന്നതെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ കരുതുന്നത്. ഇറാന്റെ എണ്ണ വിപണിയെ പൂർണ്ണമായി ഇല്ലാതാക്കിയാൽ മാത്രമേ അവരെ ചർച്ചയ്ക്ക് കൊണ്ടുവരാൻ സാധിക്കൂ എന്ന് വാഷിംഗ്ടൺ വിശ്വസിക്കുന്നുണ്ട്. എന്നാൽ സ്വന്തം അതിർത്തികൾ സംരക്ഷിക്കാൻ തങ്ങൾ ഏതറ്റം വരെയും പോകുമെന്ന് ഇറാൻ ആവർത്തിച്ച് പ്രഖ്യാപിക്കുകയാണ്. ഈ മേഖലയിൽ സംഘർഷം കനക്കുന്നത് അന്താരാഷ്ട്ര തലത്തിൽ വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും. പേർഷ്യൻ ഉൾക്കടലിലൂടെയുള്ള എണ്ണക്കപ്പലുകളുടെ ഗതാഗതം തടസ്സപ്പെട്ടാൽ ആഗോള വിപണിയിൽ ഇന്ധനവില കുതിച്ചുയരാം. ഇത് ലോകത്തിലെ എല്ലാ വികസ്വര രാജ്യങ്ങളുടെയും സമ്പദ് വ്യവസ്ഥയെ ദോഷകരമായി ബാധിക്കും. അതുകൊണ്ട് തന്നെ യൂറോപ്യൻ രാജ്യങ്ങളും ഏഷ്യൻ രാജ്യങ്ങളും അതീവ ആശങ്കയോടെയാണ് ഈ വാർത്തകളെ നോക്കിക്കാണുന്നത്. ഇറാൻ തങ്ങളുടെ സുഹൃത്ത് രാജ്യങ്ങളായ റഷ്യ, ചൈന എന്നിവരുമായി ഈ പുതിയ സൈനിക പ്രതിസന്ധിയെക്കുറിച്ച് അടിയന്തര ചർച്ചകൾ നടത്തിയതായാണ് വിവരം. അമേരിക്ക ഏകപക്ഷീയമായി ആക്രമണം നടത്തിയാൽ മിഡിൽ ഈസ്റ്റിലെ തങ്ങളുടെ പ്രോക്സി ഗ്രൂപ്പുകളായ ഹിസ്ബുള്ളിയെയും ഹൂതികളെയും ഉപയോഗിച്ച് US താവളങ്ങൾക്ക് നേരെ തിരിച്ചടിക്കാൻ ഇറാൻ പദ്ധതിയിടുന്നു. ഇത് യുദ്ധത്തിന്റെ വ്യാപ്തി വർദ്ധിപ്പിക്കും. വാഷിംഗ്ടണിലെ പെന്റഗൺ ആസ്ഥാനത്ത് മിഡിൽ ഈസ്റ്റിലെ സൈനിക നീക്കങ്ങൾ വിലയിരുത്താൻ ഉന്നതതല യോഗങ്ങൾ തുടരുകയാണ്. ഇറാന്റെ ഭാഗത്തു നിന്നും അമേരിക്കൻ കപ്പലുകൾക്ക് നേരെ എന്തെങ്കിലും തരത്തിലുള്ള അടിയന്തര നീക്കമുണ്ടായാൽ കനത്ത പ്രത്യാക്രമണം നടത്താൻ US സജ്ജമാണ്. യുദ്ധസന്നദ്ധത പ്രഖ്യാപിച്ചുകൊണ്ട് ഇരുവിഭാഗവും സൈനിക വ്യൂഹങ്ങളെ സജ്ജമാക്കി നിർത്തിയിരിക്കുകയാണ്. അതേസമയം ഖാർഗ് ദ്വീപിലെ എണ്ണ ഉൽപാദന കേന്ദ്രങ്ങളിൽ ജോലി ചെയ്യുന്ന ജീവനക്കാർക്കും കപ്പലുകൾക്കും പ്രത്യേക സുരക്ഷാ നിർദ്ദേശങ്ങൾ ഇറാൻ ഭരണകൂടം നൽകിയിട്ടുണ്ട്. ആക്രമണ സാധ്യത കണക്കിലെടുത്ത് തന്ത്രപ്രധാനമായ പല എണ്ണ ടാങ്കറുകളും സുരക്ഷിത സ്ഥാനത്തിലേക്ക് മാറ്റിയതായും വിവരമുണ്ട്. ആഭ്യന്തരമായി ജനങ്ങൾ പരിഭ്രാന്തരാകാതിരിക്കാൻ സർക്കാർ കർശനമായ വാർത്താ നിയന്ത്രണങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട്. അന്താരാഷ്ട്ര സമൂഹവും ഐക്യരാഷ്ട്രസഭയും ഇരുപക്ഷത്തോടും ആത്മസംയമനം പാലിക്കാനും സൈനിക നീക്കങ്ങളിൽ നിന്ന് പിന്മാറാനും ആവശ്യപ്പെടുന്നുണ്ട്. എന്നാൽ നയതന്ത്ര ചർച്ചകൾക്കുള്ള എല്ലാ വഴികളും നിലവിൽ അടഞ്ഞു കിടക്കുകയാണ്. പരസ്പര വിശ്വാസമില്ലായ്മയും പ്രകോപനപരമായ പ്രസ്താവനകളും അന്തരീക്ഷം കൂടുതൽ സങ്കീർണമാക്കുക മാത്രമാണ് ചെയ്യുന്നത്.
വരും മണിക്കൂറുകളിൽ ഗാർഗ് ദ്വീപിന് ചുറ്റും സംഭവിക്കുന്ന കാര്യങ്ങൾ മിഡിൽ ഈസ്റ്റിന്റെ ഭാവി നിർണ്ണയിക്കും. അമേരിക്ക തങ്ങളുടെ തന്ത്രപരമായ ഭീഷണി യാഥാർത്ഥ്യമാക്കാൻ നോക്കിയാൽ അത് ആധുനിക ചരിത്രത്തിലെ ഏറ്റവും ഭീകരമായ നാവിക യുദ്ധങ്ങളിൽ ഒന്നിലേക്ക് വഴിമാറിയേക്കാം. ലോകം മുഴുവൻ അതീവ ഉത്കണ്ഠയോടെയാണ് പേർഷ്യൻ ഉൾക്കടലിൽ നിന്നുള്ള ഓരോ വാർത്തകൾക്കും കാതോർക്കുന്നത്.